എന്നിവരും ചേരുന്നു. ആദ്യം മേജർ ജനറൽ ശ്രീ ഇന്ദ്രപാലൻ നമ്പ്യാർ, പാകിസ്ഥാൻ കൃത്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നാടകങ്ങൾ കളിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുകൾ കൂടി താങ്കൾക്കുണ്ടോ? ഒളിപ്പിക്കുന്നത് ഭീകരരെയാണ്, സാധാരണക്കാരെ അല്ലെങ്കിൽ അവരുടെ പൗരന്മാരെ ഓർത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയല്ല. യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഒരു വശത്തും നടത്തുന്നത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്ന് ഭീകരരെ മാറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് യുദ്ധമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ലോക സമൂഹത്തിന് മുന്നിൽ അത്തരത്തിലുള്ള ഒരു ചിത്രമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും യുദ്ധസന്നാഹത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി, അത് തന്നെയാണ് ഈ ബോർഡറിലെല്ലാം നടക്കുന്ന വിന്യാസങ്ങൾ. അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത് താങ്കളും? പാകിസ്ഥാന്റെ ഇങ്ങനത്തെ നിലവിളി 1971 നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്തും യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പാകിസ്ഥാൻ അങ്ങനത്തെ കുറെ അനൗൺസ്മെന്റ് ചെയ്തു, ഇന്ത്യ യുദ്ധം ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട്. അതേ സിമിലർ അനൗൺസ്മെന്റ് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തെ ട്രെൻഡും ഇപ്പോഴത്തെ ട്രെൻഡും ഒരുപാട് കോമൺ ആയിട്ടുണ്ട്. ആ സമയത്ത് യായ ഖാൻ 1971 വാറിൽ, അതിന് മുമ്പ് ഒരു ജനറല്, പിന്നെ മുഷറഫ്, ഇവരെല്ലാവരും പാകിസ്ഥാൻ എപ്പോഴൊക്കെയാണ് ഡൗൺ ആവുന്നത് അവർ ഇങ്ങനത്തെ ഒരു കളി കളിച്ചിട്ടുണ്ട്. They have also gone to dictatorship. Ziaul-Haq has ruled Pakistan for more than 10-15 years. അപ്പോ അത് കഴിഞ്ഞിട്ട് മുഷറഫ്. സോ ഇങ്ങനത്തെ അവർ ചെയ്യുന്നത്, ആസ് ഐ കൻ പ്രെഡിക്ട്, പാകിസ്ഥാൻ ഈസ് ലൈക്ലി ടു സ്ലിപ്പ് ഇൻ ടു എ ഡിക്ടേറ്റോറിയൽ മോഡ്. ഒരു മാർഷൽ ലോ വരാൻ പോകുന്ന കാരണം പാകിസ്ഥാൻ ആർമി ചീഫും പാകിസ്ഥാൻ ആർമിയുടെ they are at the lowest ebb of popularity or support or respect from Pakistan. അത് മാത്രമല്ല, പാകിസ്ഥാൻ is also suffering because of lack of international support and isolation by all nations except China. അപ്പോൾ ഈ സമയത്ത് അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ല, എക്കണോമി വീക്കാണ്, ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഇല്ല, ഇന്റർനാഷണൽ സപ്പോർട്ട് ഇല്ല, ആൻഡ് പാകിസ്ഥാൻ ആർമി സഫറിംഗ്. സോ ദർ ഓൺലി വേ ഔട്ട് ഇന്ത്യയുടെ മേലെ ഒരു ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ഇന്ത്യ ഇന്റർണലി, ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ, പിന്നെ അനൗൺസ് ദാറ്റ് ഇന്ത്യ is going to attack us. അതിന്റെ taking a stooge of that, പോയിട്ട് go and occupy the seat and once again become dictator. ഇതാണ് അവരുടെ പ്രസന്റ് സ്കീം എനിക്ക് തോന്നുന്നത്. ഒരു ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക്, അതാണോ കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം പറഞ്ഞതിന്റെ സമ്മറി എന്ന് പോലും ചോദിക്കേണ്ടതായി വരുന്നു. അതായത് ഈ പാകിസ്ഥാൻ ഈ പുറത്ത് പറയുന്ന ഒരാശങ്കയുണ്ട്, ഇന്ത്യയുടെ പേര് മോശമാക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ. ഇന്ത്യ കൃത്യമായി എയിം ചെയ്യുന്നത് അങ്ങനെ ചില തീവ്രവാദ കേന്ദ്രങ്ങളായിരിക്കാം, അതിൽ കൂടുതൽ സുരക്ഷ കൊടുക്കുക. അതിനു വേണ്ടി കൂടിയാണ് ISAയുടെ മേധാവിയെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി കൊണ്ടുവന്നത്. അങ്ങനെ കൂടി കണക്ക് കൂട്ടുന്നുണ്ടോ താങ്കൾ? നമുക്ക് ഇന്ത്യക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം മിലിറ്ററി ഓപ്ഷൻ, പോയിട്ട് പാകിസ്ഥാനെ ഒരു വാറിലെ കൊണ്ടുപോയിട്ട് ബൈ സ്പ്ലിറ്റിംഗ് പാകിസ്ഥാൻ ഇൻ ടു ഡിഫറെന്റ് പാർട്സ്, ഡിസ്മെമ്പറിംഗ് പാകിസ്ഥാൻ ഒരു ഫൈനൽ ഓപ്ഷൻ. പക്ഷെ ആ ഓപ്ഷൻ ഇന്ത്യ കടക്കില്ലോ ഈ സമയത്ത് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ഡു, ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ഡു, ബിക്കോസ് ഓപ്പർച്യൂൺ മൂവ്മെന്റ് ആണ്. വേൾഡ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്, ആൻഡ് വി ആർ ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ, നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒക്കെ ആൾക്കാർ കാര്യം പറഞ്ഞിട്ട് വി കൻ ഡിസ്കസ് ദാറ്റ് ഓൾസോ. ബട്ട് കറന്റ്ലി ഈ അത് ചെയ്തെങ്കിലും ഇന്ത്യയുടെ ഓപ്ഷൻസ് കുറെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ടു ഡു സർജിക്കൽ സ്ട്രൈക്സ്, ഡു മിസൈൽ സ്ട്രൈക്സ്, ടു ഡു മാസീവ് സ്വാം ഡ്രോൺ അറ്റാക്സ്. അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അവരുടെ മിസൈൽ ഡംപ്സും അവരുടെ അമ്യൂണിഷൻ ഡംപ്സ്, ഫ്യൂൽ ഡംപ്സ്, അങ്ങനത്തെ സ്ട്രാറ്റജിക് ഇൻസ്റ്റലേഷൻസ് അവരെയൊക്കെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് മീൻസ് ഹിറ്റ് ചെയ്യാനായിട്ടും ഇറ്റ്സ് റിക്വയർഡ്, വി ക്യാൻ പ്ലാൻ ദാറ്റ്. അതിന് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ adequate intelligence agencies ഉണ്ട്, how they can take care of that. അതേപോലെ we can also hit at different leaderships. അതാണ് ഹഫീസ് സയ്യിദിന് അവർ ഇത്ര പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആർമി ചീഫ് തന്നെ we don't know where he is. Possibly he is in the country, possibly he is not in the country, possibly he is planning something. He is himself gone to hiding. So അവർക്ക് അറിയാം ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് എന്താണ് in the new India. ആ ചെറിയ സാങ്കേതിക വിഷയങ്ങൾ
അപർണ പറഞ്ഞോളൂ. ചെറിയൊരു ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാണ്. പറഞ്ഞോളൂ ശ്രീ ഇന്ദ്രപാലൻ നമ്പ്യാർ. ഫീബിൾ ആയിരുന്നു. So അതാണ് that is the way we are going to go forward. ഇതില് കറന്റ് ഇൻ ദി ലേറ്റസ്റ്റ് ഡെവലപ്മെന്റിൽ നമ്മൾ രണ്ട് കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ ഹാസ് എയർ സ്പേസിനെ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എയർ സ്പേസ് കനോട്ട് ബി യൂസ് ബൈ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ചോദിച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ എഫക്ട് ആകാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യക്ക് അത്ര എഫക്ട് ആകാൻ പോകില്ല. ബിക്കോസ് ഫോർ us to reroute via the north or via the south of Pakistan is very easy. നമുക്ക് അത്ര ചെലവൊന്നും വരില്ല. And those routes are already available. പക്ഷെ പാകിസ്ഥാനില് ഒരുപാട് ട്രേഡ് ആൻഡ് എവറിത്തിങ് ട്രാഫിക് ഈസ് ഹാപ്പനിങ് ടുവേർഡ്സ് ദി ഈസ്റ്റേൺ സൈഡ്. അപ്പോ അവർക്ക് ചില ചെറിയ സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിന് പറയുന്നത് ക്ലിയർ ഞാൻ തിരികെ എത്താം. ഡോക്ടർ ഇന്ദ്രപാലൻ നമ്പ്യാർ, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഡോക്ടർ PJ വിൻസെന്റ്